ദ പ്രിൻസ് ശുഭ്മാൻ ഗിൽ തന്റെ അവസാന 15 മത്സരങ്ങളിൽ നിന്നുമായി നേടിയത് എത്ര റൺസാണെന്നറിയാമോ? 291. ആവറേജ് 24. ഒരു തവണ പോലും അർദ്ധ സെഞ്ചുറി പിന്നിട്ടിട്ടില്ല. 30 പിന്നിട്ടത് 2 തവണ. ഇനി ശുഭ്മാൻ ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്? 137. ഇനി ഇതേ കാലയളവിൽ ഓപ്പണിംഗ് പാർട്ണർ അഭിഷേക് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റോ 202. പെർഫോം ചെയ്താലും ഇല്ലെങ്കിലും ശുഭ്മാൻ ഗിൽ സ്പോട്ട് ഉറപ്പിക്കുമ്പോൾ ആർക്കൊക്കെയാണ് അവസരം ഇല്ലാതാകുന്നത്? ബെഞ്ചിലിരിക്കുന്ന സഞ്ജു സാംസൺ, ടീമിൽ ഇടമില്ലാത്ത ഋതുരാജ് ഗെയ്ക്വാദ്, യശസ്വി ജയ്സ്വാൾ എന്നിങ്ങനെ നീളുന്ന പ്രോപ്പർ T20 ബാറ്റർമാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും ഇൻകൺസിസ്റ്റൻ്റായി ബാറ്റ് ചെയ്യുന്നത് മറ്റൊരു ബാറ്ററാണ് എങ്കിൽ BCCI ഇത്രത്തോളം കാത്തിരിക്കുമോ? പെർഫോം ചെയ്ത് സ്റ്റാർ ആകും വരെ മറ്റൊരാൾക്കായി ഇതുപോലെ അവസരം കൊടുക്കുമോ? ഇല്ല എന്ന് നിശ്ചയമായും പറയാം. കോഹ്ലിക്കും രോഹിതിനും വരെ പെർഫോമൻസ് ഇല്ലെന്ന പേരിൽ അലാം അടിച്ച ക്രിക്കറ്റ് ബോർഡാണിത്. എങ്കിലും ഈ വിഷയത്തിൽ പ്രതി ശുഭ്മാൻ ഗിൽ അല്ലെന്ന് ഞാൻ പറയും. പ്രതികൾ ഗില്ലിനെ സൂപ്പർ താര പദവിയിലേക്ക് കെട്ടിയിറക്കിയവരാണ്. ഉത്തരം പറയേണ്ടതും അവരാണ്. വരാനിരിക്കുന്നത് 2020 ലോകകപ്പാണ്. അതിനുള്ള ടീം പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഇന്ത്യക്കിനി ബാക്കിയുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2 T20 മത്സരങ്ങൾ മാത്രം. ഇതിൽ ഏതെങ്കിലും ഒരു മത്സരത്തിലെങ്കിലും ഗിൽ ഫോമായാൽ നിശ്ചയമായും ഗില്ലിനെ 2020 ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തും. അതിലും തിളങ്ങിയില്ലെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്തുമോ എന്നും ഉൾപ്പെടുത്തിയാൽ എന്ത് ന്യായീകരണം നൽകുമെന്നും കണ്ടറിയണം.